ഈസിമൈ ട്രിപ്പ് അവരുടെ Q2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടർ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് മില്യണിലാണ്. അപ്പം ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത് കോടിയിലാണ്. നമുക്ക് കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കിയാലോ. ഈ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് 118 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 113 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 4% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കൂടിയതായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എൻഡായ ക്വാർട്ടറിലെ കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 144 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 18% റവന്യൂ ഫ്രം ഓപ്പറേഷൻ കുറഞ്ഞതായിട്ട് കാണാം. കമ്പനിയുടെ ഈ ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ 126 കോടിയാണ്. തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 119 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 6% ടോട്ടൽ ഇൻകം കൂടിയതായിട്ട് നമുക്ക് കാണാം. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ ഇൻകം എത്രയാണ്? 149 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 16% ടോട്ടൽ ഇൻകം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതുപോലെ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 120 കോടിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 117 കോടിയാണ്. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 2% ടോട്ടൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാ? 112 കോടിയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 7% ടോട്ടൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുവാണെങ്കിലോ കമ്പനിക്ക് ഈ ക്വാർട്ടറിലെ നെറ്റ് ലോസ് ആണ് 36 കോടി നെറ്റ് ലോസ് ആണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിലോ 40 ലക്ഷം നെറ്റ് പ്രോഫിറ്റ് ആണ് വരുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ 26 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേലും കഴിഞ്ഞ വർഷത്തേക്കാളും 231% നെറ്റ് പ്രോഫിറ്റ് ഈ വർഷം കുറഞ്ഞതായിട്ട് കാണാം. നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ് കമ്പനിക്ക് ഈ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും 16% ടോട്ടൽ ഇൻകം കുറവാണ്. അതുപോലെ തന്നെ എക്സ്പെൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് ഈ വർഷം നോക്കുവാണെങ്കിൽ ഒരു 7% ടോട്ടൽ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല ഷെയർ ഓഫ് നെറ്റ് ലോസ് ഓഫ് അസോസിയേറ്റിന് നെറ്റ് ലോസ് ആയിട്ട് ഒരു 70 ലക്ഷം രൂപ ഡിഡക്ഷൻ വരുന്നുണ്ട്. അതുപോലെ എക്സംപ്ഷണൽ ഐറ്റമായിട്ട് ഒരു 50 കോടിയും ഡിഡക്ഷൻ വരുന്നുണ്ട്. ആ 50 കോടിയിൽ ഒരു 9 കോടി ടാക്സ് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ EPS ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ ഈ ക്വാർട്ടറിൽ 0.05 പൈസയാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടറിൽ 0 ആണ് വരുന്നത്. അപ്പൊ ഈ ക്വാർട്ടറിൽ ഒരു 0.05 പൈസ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലെ EPS എത്രയാണ്? 0.07 പൈസയാണ്. നമ്മൾ ഇയർ ടു ഇയർ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും ഒരു 0.02 പൈസ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ക്വാർട്ടർ ടു ക്വാർട്ടർ ചെറിയ രീതിയിൽ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇയർ ടു ഇയർ ആണെങ്കിൽ നല്ല രീതിയിൽ കുറയുവാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ കൂടിയുമാണ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും നല്ല രീതിയിൽ കുറയുവാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ EPSും ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറിൽ നമുക്കൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ കമ്പനിക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ടു ഇയറും ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.